ഈ പച്ചക്കറിക്ക് എത്ര രൂപയാണെന്ന് അറിയാവോ? ഞാൻ പറയട്ടെ ഇതിന് എത്ര രൂപയാണ്. 50 രൂപ. 50 രൂപയുടെ പച്ചക്കറിയാണ്. ഈ 50 രൂപയുടെ പച്ചക്കറി മേടിക്കുന്ന കടയൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവിടെ ആണെങ്കിൽ നമുക്ക് നാടൻ സാധനങ്ങളും അവിടെ കിട്ടും. മാങ്ങ, പിന്നെ വാഴക്കൊല, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കിട്ടും. അപ്പം നമുക്ക് ഈ 50 രൂപ പച്ചക്കറി കൊണ്ട് ഒരു അവിയൽ വെക്കാം. ഓക്കെ, സെറ്റ്. ഈ പച്ചക്കറി കിറ്റില്ലേ തരക്കേടില്ലാത്ത എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഒരു അവിയലിന് വേണ്ടുന്ന എല്ലാ ഐറ്റംസും തരും. നമുക്ക് വേണമെങ്കിൽ ഇതുകൊണ്ട് സാമ്പാറും വെക്കാം. എന്നിട്ടാണെങ്കിലേ അല്ല എന്നോട് ഓരോ കഥകളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇങ്ങനെ അവൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും എന്നോട് ഓരോ കഥകൾ. അപ്പം ഞാൻ പറയുന്നുണ്ട്, മോനെ മഴ വരുന്നുണ്ട്, അതിനു മുമ്പ് നമുക്ക് അവിയലെല്ലാം വെക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഓരോന്നും കഥകളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് അവിയലിന് വേണ്ടുന്ന ഒരു പ്രത്യേക ഐറ്റം തരും അവർ കേട്ടോ എപ്പോഴും. ചേമ്പ്. അങ്ങനെ നമ്മൾ അവിയലിനുള്ള കഷ്ണങ്ങളെല്ലാം അരിയുക. ചേമ്പ്, ചേന, മത്തൻ, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. അങ്ങനെയാണ് ഇതെല്ലാം ചെത്തി എടുത്തിട്ടുണ്ട്. കഴുകാൻ ചെന്നപ്പോൾ അവിടെ അല്ലു എൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെ ഇതെല്ലാം കഴുകി അരിഞ്ഞുകൊണ്ടിരിക്കുവാണ്. അവിയലിനുള്ള കഷ്ണങ്ങൾ അരിയുന്ന പോലെയെല്ലാം ഞാനും അരിഞ്ഞെടുത്തു. അതിൻ്റെ അകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. കറിവേപ്പിലയുടെ ടേസ്റ്റ് അടിപൊളിയാണല്ലോ. മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ കുറച്ച് ഉപ്പിടുന്നുണ്ട്. ടേസ്റ്റിന് ആവശ്യമായ ഉപ്പിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേഗം വെക്കണം. അപ്പം നമ്മൾ ഇത് വേവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പെല്ലറ്റ് അടുപ്പിലാണ്, പെട്ടെന്ന് വെന്ത് കിട്ടും. എല്ലാ കുക്കിങ്ങും ഞാനിപ്പോൾ പെല്ലറ്റ് അടുപ്പിലാണ് കേട്ടോ. അങ്ങനെ പിന്നെ പെല്ലറ്റ് ഇട്ടു, ലിക്വിഡ് ഒഴിച്ചു, ഇത് കത്തിച്ചു, ഫാനും ഓണാക്കി. അങ്ങനെ പിന്നെ നമ്മൾ അവിയലിനുള്ള കഷ്ണം എല്ലാം കൂടെ എടുത്ത് വേഗം വെച്ചു. പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിനുള്ള അരപ്പ് റെഡിയാക്കുവാണ്. തേങ്ങ എടുത്തിട്ടുണ്ട്, ജീരകം ഇട്ടു, കുറച്ച് കറിവേപ്പില ഇട്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട്, ഒരു കഷ്ണം വെളുത്തുള്ളി ഇട്ട് ഇത് നല്ലതുപോലെ അരച്ചെടുക്കണം കേട്ടോ. അരച്ചെടുക്കുക എന്ന് വെച്ചാൽ ഒരുമാതിരി ചതച്ചാണ് എടുക്കുന്നത്. ക്യാഷും ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റാണ്. അങ്ങനെ അവിയൽ തിളയൊക്കെ വന്നിട്ടുണ്ട്. നോക്കിയപ്പോൾ കുറച്ചും കൂടെ വേകാനുണ്ട്. അത് വീണ്ടും അടച്ച് വെച്ച് ഒന്നും കൂടെ വേവിച്ചെടുക്കുക നല്ലതുപോലെ. ഒരുപാട് അളിഞ്ഞു പോകരുത്. അവിയൽ അളിഞ്ഞു പോയാൽ ടേസ്റ്റ് കുറയും. അങ്ങനെ പിന്നെ നമ്മൾ ഇത് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ അരപ്പെല്ലാം ഇതിലോട്ട് ഇടുവാണ്. അരപ്പെല്ലാം ഇട്ടതിന് ശേഷം ഒന്നും കൂടെ നമ്മൾ അരപ്പ് വേവിക്കണം, പച്ചമണം മാറാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ അരപ്പെല്ലാം ഇട്ടതിന് ശേഷം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഒരു ടേസ്റ്റാണ് ഈ പച്ച വെളിച്ചെണ്ണയിൽ നമ്മൾ അവിയൽ വേവിച്ചെടുക്കുമ്പോഴേ. അങ്ങനെ പിന്നെ ഇത് ആവിയിൽ വേഗം വെച്ചു. ആവി വന്നതിന് ശേഷം ലേശ ഉപ്പും കൂടി ഇട്ട് ആ അരപ്പിൻ്റെ അകത്ത് ഞാൻ ഒന്നും കൂടെ ഇളക്കുന്നുണ്ട്. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല മണം വരുന്നുണ്ട് അവിയലിൻ്റെ. നല്ല കളർഫുള്ളായിട്ടുള്ള അവിയൽ റെഡി ആയിട്ടുണ്ട്. അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, ഫോളോ ചെയ്യണം. ഈ അവിയലിൻ്റെ റെസിപ്പി ഉണ്ടാക്കി നോക്കണം. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, സീ യു.